Hello everyone. 10th chemistry, chapter 1, naming of organic compound and isomerism, part 6-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന കോൺസെപ്റ്റ് ആണ്. വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ടെൻത്തില് ഈ അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയാം. എന്നാൽ +1 +2ലേക്കൊക്കെ ചെല്ലുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നിങ്ങൾ ഇതിന്റെ റിയാക്ഷനും ഒത്തിരി ഡീപ്പായിട്ട് ഡെപ്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ടെൻത്തിൽ ആ ഒരു ലെവലിലേ നമുക്ക് ഇതിന്റെ ഡിസ്കഷൻ വരുന്നുള്ളൂ. അപ്പൊ എന്താണ് അരോമാറ്റിക് കോമ്പൗണ്ട്? ഈ അരോമാറ്റിക് കോമ്പൗണ്ടിൽ ഞാൻ ഈ അരോമ എന്ന വാക്ക് എടുക്കുകയാണ്. അരോമ എന്നാൽ എന്താണെന്നറിയാം അർത്ഥം? നല്ല സ്മെൽ എന്നാണ് അരോമ. ഓക്കെ, പ്ലസന്റ് സ്മെൽ എന്ന വാക്കിന്നാണ്. നല്ല ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ പ്ലസന്റ് സ്മെൽ. അതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ ഇവരുടെ ഒരു പ്രത്യേകത അല്ലെ? എന്തായിരിക്കും ഇവരുടെ ഒരു പ്രത്യേകതയാണ് നല്ല സ്മെൽ എന്ന് വിചാരിച്ച് എല്ലാ അരോമാറ്റിക് കോമ്പൗണ്ടിനും സ്മെൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മെനി ഇയേഴ്സ് ഏഗോ സയന്റിസ്റ്റ് നോട്ട് ചെയ്തു ചില കോമ്പൗണ്ട്സുകൾക്ക് ഈ പറയുന്ന സ്മെല്ല് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, അരോമാറ്റിക് കോമ്പൗണ്ട്സ് വിളിച്ചു. അങ്ങനെ അങ്ങ് വിളിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ സ്മെല്ല് വെച്ചിട്ടല്ല ഇവരെ തിരിച്ചറിയുന്നത്. ഇവരെ തിരിച്ചറിയുന്നത് ഇവരുടെ സ്ട്രക്ചർ വെച്ചിട്ട്. ഇവരുടെ സ്ട്രക്ചർ എന്നൊരു പ്രത്യേകതയുണ്ട്. നല്ല ഭംഗിയുള്ള സ്ട്രക്ചർ ആയിരിക്കും ഇവർക്ക്. അതായത് ഒരു റിംഗ് ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും അരോമാറ്റിക് കോമ്പൗണ്ടിന് ഉണ്ടാവുക. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ആ റിംഗ് എങ്ങനെയാന്നുള്ളതൊക്കെ കേട്ടോ. നമുക്കൊന്ന് എഴുതാം എന്താണ് അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ. ദേ ആർ അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ they are organic compound. They are organic compound contain special type of ring structure. Contain special type of ring structure. റിംഗ് സ്ട്രക്ചർ ഉണ്ടെന്ന് മാത്രമല്ല, ആ സ്ട്രക്ചറിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അതായത് മാറി മാറി ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഉണ്ടാവും കേട്ടോ. ആ റിങ്ങില് സ്ട്രക്ചർ ആൻഡ് ആ റിങ്ങിൽ മാറി മാറി ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഉണ്ടാവും. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ഈ മാറി മാറി ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഉള്ളത് പറയുന്ന ഒരു വാക്കാണ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ്. മാറി മാറി അറിയില്ല, അവിടെ എഴുതി വെച്ചോളാം. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഓക്കെ, ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബെൻസീൻ. എക്സാമ്പിൾ 1-2-3 എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ബെൻസീൻ. ഞാൻ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം. അതായത് ബെൻസീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലർ ഫോമിൽ ആദ്യം ബ്രാക്കറ്റിൽ എഴുതി. ഇത് വിട്ടുപോരുത്, നിങ്ങൾക്ക് ഭാവിയിലേക്കൊക്കെ ആവശ്യമുള്ളതാണ് കേട്ടോ. 6 കാർബണും 6 ഹൈഡ്രജനും ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാം. ഒരു റിങ് പോലെ ആയിരിക്കും. ഹെക്സഗണൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതേപോലെ ആയിരിക്കും ഇവരുടെ സ്ട്രക്ചർ വരിക. അതായത് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, ഇവിടെ ഒരു കാർബൺ. 6 കാർബൺ ആയില്ലേ? ഇങ്ങനെയായിരിക്കും അവരുടെ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള സ്ട്രക്ചർ ആയിരിക്കും ഈ പറയുന്ന അരോമാറ്റിക് കോമ്പൗണ്ടിന് ഉണ്ടാവുക. ഇനി അതിനകത്തേക്ക് എന്ത് വരും എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടും കൊടുക്കാം. എവിടെയും കൊടുക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്താൽ പിന്നെ ഇവിടെ സിംഗിൾ ബോണ്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. ഇനി ബാക്കി എത്ര എച്ച് വരും എന്ന് നോക്കി. ഇവിടെ എത്ര എച്ച് വരും? ഓൾറെഡി 3 ബോണ്ട് ഇവന് കഴിഞ്ഞു. അപ്പൊ എത്ര എച്ച് കൊടുക്കാൻ പാടുള്ളൂ? ഇവിടെ 1 എച്ച്. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് കഴിഞ്ഞു, 1 എച്ച് കൊടുക്കും. ഇവിടെ 3 ബോണ്ട് കഴിഞ്ഞു, 1 എച്ച് കൊടുക്കും. ഇവിടെയോ 1 എച്ച് അല്ലെ? എല്ലായിടത്തും 1 എച്ച് അല്ലേ വരുള്ളൂ, 1 എച്ച് വരും. അങ്ങനെയാണ് ഈ C6H6 എന്ന് പറയുന്ന മോളിക്കുലർ ഫോമുല ഇവന് കിട്ടുന്നത്. C6H6. ഇനി ഇത് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് വേറൊരു രീതി കാണിക്കും. എങ്ങനെയാണെന്നറിയോ? ചുമ്മാ ഒരു ഹെക്സഗൺ മാത്രം വരച്ചിട്ട് ഹെക്സഗൺ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് മാറി മാറി കൊടുക്കും. ഇങ്ങനെ വരച്ചാൽ അതിന്റെ അർത്ഥം ബെൻസീൻ എന്നാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനൊന്നും അറിഞ്ഞിരിക്കാത്തേ ഉള്ളൂ. ഇനി അതുപോലെ ഓരോടെ പഠിക്കാനുണ്ട്, ഫിനോൾ. അടുത്ത ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഫിനോൾ. ഇതും നല്ല ടോപ്പിക്കാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് അത്ര ഡിസ്കഷൻ വരുന്നില്ല എന്നുള്ളൂ. ഈ ഫിനോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. എന്നാന്നറിയോ? ബെൻസീൻ റിങ്ങിലേക്ക് ഒരു OH കൊണ്ടുവന്നാൽ മതി. ബെൻസീൻ റിങ്ങിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ആരെ കൊടുത്താൽ മതി? OH കൊടുത്താൽ മതി. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. ഇത് അങ്ങനെ തന്നെ എഴുതിക്കോ. ഹൈഡ്രജൻ ആറ്റം ഇൻ ബെൻസീൻ റീപ്ലേസ്ഡ് വിത്ത് OH ഗ്രൂപ്പ്. ഹൈഡ്രജൻ ആറ്റം
ഓഫ് ബെൻസീൻ റീപ്ലേസ്ഡ് വിത്ത് OH ഗ്രൂപ്പ്. റീപ്ലേസ്ഡ് വിത്ത് OH ഗ്രൂപ്പ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനോൾ എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് വരയ്ക്കാം, എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ എന്നൊന്ന് വരയ്ക്കാം. അതായത് ബെൻസീൻ റിംഗ് വരയ്ക്കാം എന്ന് തന്നെ. ഇനിയിപ്പോ സിമ്പിൾ ആയിട്ട് വരയ്ക്കാമല്ലോ നിങ്ങൾക്ക്. ഇതങ്ങ് വരച്ചാൽ മതി. ബെൻസീൻ റിംഗ് അങ്ങ് വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് ബെൻസീനാന്ന് കാണിക്കാൻ വേണ്ടി ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തേക്കാം? ഒരു OH കൊടുന്നേക്കാം. ഇത്രേ ഉള്ളൂ. ഇതാണ് ഫിനോൾ. ഇനി OH പകരം COH ആണെങ്കിൽ നമ്മൾ അതിനെ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കും. ഇത്രേ ഉള്ളൂ അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തത്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് പിന്നെ മോളിക്യൂലർ ഫോർമുല കൂടെ എഴുതാം. C6H6 ഇല്ല, കാരണം ഒരു H കുറഞ്ഞു, H5 ഉള്ളൂ. എന്നിട്ട് അവിടെ ആരാ വന്നേക്കുന്നത്? OH. ഇങ്ങനെയായിരിക്കും ഫിനോളിന്റെ മോളിക്യൂലർ ഫോർമുല. 3 എണ്ണം ആകെ പഠിക്കാനുള്ളൂ കേട്ടോ. 1 ബെൻസിൻ, 2 ഫിനോൾ, 3 ബെൻസോയിക് ആസിഡ്. നന്നായിട്ട് പഠിച്ചേക്കാം, മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, വിട്ടുപോരുത്. അടുത്തത് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ഞാൻ എന്താ പറഞ്ഞത്? ആര് വന്ന് റീപ്ലേസ് ചെയ്യും? COOH. കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ് ഇല്ലേ, അത് COOH ഗ്രൂപ്പ് റീപ്ലേസസ്. ആരെ റീപ്ലേസ് ചെയ്യും? ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ഓഫ് ബെൻസീൻ. അപ്പൊ എങ്ങനെ വരും? കാർബൺ 6 എണ്ണം അല്ലെ? 1 2 അല്ല, ഇങ്ങനെ വേണമെന്നില്ല. മറ്റേ പറഞ്ഞ നമ്മൾ ആ പഠിച്ച സ്ട്രക്ചർ ഈസി ആയിട്ട് വരയ്ക്കാവുന്ന വരച്ചാൽ മതി. ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഡബിൾ ബോണ്ടും ഇത് മാറി മാറി വരയ്ക്കും. അപ്പുറം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾട്ടർനേറ്റ് ആയിട്ട് കിടന്നാൽ മതി. ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടും കിടക്കുക, ഒരു വര വരയ്ക്കുക, ഒരു ബോണ്ട് കാണിക്കുക, COH കാണിക്കുക. എന്തായിരിക്കും ഒരു മോളിക്യൂലർ ഫോർമുല? നിങ്ങൾ തന്നെ ഒന്ന് എഴുതി വെക്കി അല്ലെ. 6 കാർബൺ അല്ലെ, 5 ഹൈഡ്രജൻ, പിന്നെ ആരാ ഉള്ള? ഒരു COH. OH അല്ലല്ലോ, OH മേളില്, ഇതിൽ COH. ഇതാണ് ബെൻസോയിക് ആസിഡ്. ആസിഡ് ആണ്. ആസിഡ് നമ്മൾ പഠിച്ചേക്കണല്ലേ. COH ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എന്താ പറയാ? ആസിഡ് എന്നാണ് പറയാ. ഇത്രേ ഉള്ളൂ അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ കോൺസെപ്റ്റ്. വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ്.